കീഴിൽ ഒരു ചുവരിന്റെ വേർതിരിവിൽ ഭർത്താവുമൊത്ത് കഴിയുമ്പോഴും ഒറ്റപ്പെടലിന്റെ തീരാവേദന അനുഭവിക്കുന്നവൾ. രണ്ടു കുട്ടികളെ ഇരുപുറവും ചേർത്ത് പിടിച്ച് പോലീസ് സ്റ്റേഷനുകൾ കയറിയിറങ്ങാൻ വിധിക്കപ്പെട്ടവൾ. വിവാഹ ദിവസം മുതൽ കണ്ണീരിന്റെ കയ്പുനീർ കുടിക്കുന്നവൾ. ആശുപത്രി കിടക്കയിൽ പോലും അച്ഛനോടൊരു വാക്ക് മിണ്ടാൻ സാധിക്കാത്തവൾ. നമുക്ക് കേൾക്കാം പ്രീതയുടെ കഥ. ജീവിതം സാക്ഷിയുടെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. മരണക്കിടക്കയിൽ പോലും സ്വന്തം അച്ഛനെ ഒരു നോക്ക് കാണാൻ സാധിക്കാത്ത ഒരു സ്ത്രീയുടെ കഥ. 2 കുട്ടികളെയും കൊണ്ട് നിരന്തരം പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങാൻ വിധിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ സങ്കടത്തിൻ്റെയും അരക്ഷിതത്വത്തിൻ്റെയും കഥ. പ്രീതയുടെ കഥ തുടരുന്നു. കോർട്ടിൽ പോയി മാസം തോറും കാശ് കൊടുക്കണമെന്ന് പറഞ്ഞ കേസാണ്. അയാൾ കൊടുക്കുന്നില്ല. അത്രത്തോളം പ്രശ്നങ്ങളെല്ലാം കേട്ടതാണല്ലോ. ഇനി നിങ്ങൾ കയ്യിൽ ഏറ്റെടുത്തോളൂ. ഏത് കോടതിയിലാണ് കേസ് കൊടുത്തത്? ഏറ്റുമാനൂർ ഫാമിലി കോർട്ടിലാണ് കൊടുത്തത്. നിങ്ങൾ എത്ര കോടതി, ഫാമിലി കോടതിയിലും അല്ല മജിസ്ട്രേറ്റ് കോടതിയിലും കേസ് കൊടുത്തിട്ടുണ്ടോ? അത് കൊടുത്തായിരുന്നു. ഞങ്ങളെ അന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് നോക്കിയപ്പോൾ ആദ്യം കൊടുത്തായിരുന്നു. അതാ മജിസ്ട്രേറ്റ് കോടതി കൊടുത്തത്? അത് ആ കേസ് എന്തായി? അത് തള്ളിപ്പോയി. എനിക്ക് ഒരു പ്രാവശ്യം പോലും കോടതിയിൽ പോകാൻ പറ്റിയില്ല. ആ കേസിൽ നിന്നല്ലേ നിങ്ങൾ ഇറക്കി വിടരുതെന്ന് പറഞ്ഞ വിധി ഉണ്ടായത്? അത് കിട്ടിയായിരുന്നു. അതിനുശേഷം ആ കേസ് തുടർന്ന് നടത്തിയില്ല, തള്ളിപ്പോയി. പിന്നെ നിങ്ങൾ ഫാമിലി കോടതി കേസ് കൊടുത്തു. ആ കേസിലാണ് ഈ കുട്ടിയൊക്കെ ചെലവ് കൊടുക്കാൻ വിധിയായത്. അതായത് 2250 രൂപ. 2250 2 പേർ കൂടെ. പിന്നെ അതിന്റെ വിധിപ്പകർപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഉണ്ട്. ഇപ്പൊ കയ്യിലുണ്ടോ? ഇപ്പൊ ഇല്ല, വക്കീലിന്റെ അടുത്ത്. പിന്നെ ആ പൈസ ആണോ ഈ 4 മാസത്തെ കിട്ടാറുണ്ടെന്ന് പറഞ്ഞു? 5 മാസത്തെ. ഈ ഹർജിയിലെ അഡ്രസ്സിൽ പറയുന്ന വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വീട് ആരതാ? ആ വീട് പുള്ളിയുടെ പേരിലാ. അത് അച്ഛൻ പുള്ളിയുടെ പേരിലോട്ട് എഴുതിയത്. അന്ന് 20,000 രൂപ ഞാൻ കൊടുത്തായിരുന്നു. ഈ ആധാരം പണയത്തിലായിരുന്നു പാല IRDPയില്. അപ്പൊ അതെടുത്ത് എഴുതുക ചെയ്തേ. അപ്പൊ ആ 20,000 രൂപ ഞാൻ കൊടുത്തായിരുന്നു. ഭർത്താവിന്റെ അച്ഛന്റെ സ്വത്തായിരുന്നു. അത് നിങ്ങളുടെ ഭർത്താവിന്റെ പേരിലേക്ക് നിങ്ങളുടെ ഭർത്താവിന്റെ അച്ഛൻ എഴുതി കൊടുത്തോ? വെളിയാധാരമാണ് എഴുതി കൊടുത്തത് അതോ വേറെ ഏതെങ്കിലും ആധാരമാണ് എഴുതി കൊടുത്തത്? ഇഷ്ടദാനം അന്ന് കാണിച്ചത്. അന്ന് പോലെ നിങ്ങൾ ആ വീട്ടിലാണ് താമസിക്കുന്നത്. ആ വീട്ടിൽ നിന്നാണ് നിങ്ങളെ ഇറക്കി വിടാൻ ശ്രമിച്ചെന്ന് പറഞ്ഞു. അതിനാണ് നിങ്ങൾ ഈ പിന്നെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഗാർഹിക പീഡന നിയമപ്രകാരം പിന്നെ കേസ് കൊടുത്ത് വിധിയായത്. ആ കേസ് തള്ളിപ്പോയി. നിങ്ങൾക്ക് തുറന്നു നടത്താൻ പറ്റിയില്ല. ഭർത്താവിനെ സംബന്ധിച്ചുള്ള ഈ പരസ്ത്രീ ബന്ധമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നത്. വിവാഹത്തിന് മുമ്പേ ഉള്ള ബന്ധം. ഈ ബാർബറിന്റെ ഭാര്യയായിട്ടൊക്കെ ഒരു ബാർബറിന്റെ ഭാര്യയായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ നിങ്ങൾ ഇതിനകത്ത് എഴുതി വെച്ചിട്ട് അത് വിവാഹത്തിന് മുമ്പേ ഉള്ളതല്ലേ നിങ്ങൾ പറഞ്ഞത്? പിന്നല്ലേ അങ്ങനല്ലേ അറിഞ്ഞത്? എന്നാലും സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഈ നാത്തൂന്നല്ലേ പറഞ്ഞേ. അന്നേരം അവർക്ക് ഈ ഭർത്താവിനെ സംബന്ധിച്ച് എന്തെങ്കിലും ചെറിയ വിവരങ്ങളൊക്കെ അറിയത്തില്ലായിരുന്നു കുടുംബമായിട്ടൊക്കെ? അതായത് ചോദിച്ചാൽ അവര് മറച്ചു വെച്ചിട്ടാണ് ചെയ്തത്. അവര് മറച്ചു വെച്ചിട്ടാ ഇയാൾക്ക് ഈ സ്വഭാവ ദൂഷ്യം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അത് മറച്ചു വെച്ചാണ് കല്യാണം കഴിച്ചതെന്നാ ചോദിച്ചത്. അങ്ങനെയാ പിന്നീട് വന്ന അനുഭവങ്ങളിൽ നിന്ന് അങ്ങനെയാ നിങ്ങൾക്ക് മനസ്സിലായത്. അന്നേരം നിങ്ങൾ ഈ പിന്നെ വിവാഹം കഴിച്ചതിന് ശേഷം ഇയാൾക്ക് പരസ്ത്രീ ബന്ധം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഈ ബന്ധം നിങ്ങൾ തുടരാൻ നിങ്ങൾ താല്പര്യപ്പെട്ടു? അതിന് 2 സ്ത്രീകളുമായിട്ടുള്ള ബന്ധം പറഞ്ഞു പരസ്ത്രീ ബന്ധം. തിരിച്ചു വീട്ടിലോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു. അച്ഛൻ മരിച്ചു പോയി. അച്ഛനായിരുന്നു ആകെ ഞങ്ങളുടെ വീട്ടിലെ വരുമാനം. അത് സംബന്ധിച്ച് നിങ്ങൾ എതിർത്തിരുന്നോ? ഇല്ല, ഞാനൊന്നും ചോദിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ റബ്ബർ വെട്ടാൻ പുള്ളി പോകുന്നിടത്ത് എന്നെ കുറച്ച് നാൾ കൊണ്ടുപോയായിരുന്നു. അത് ഇവരുടെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ ഈ പുള്ളി ഞാൻ യാദൃശ്യമായിട്ടൊരു ദിവസം ഇങ്ങനെ അവരുടെ വീട് കാണാം. അവരുടെ വീട്ടിൽ നിന്ന് പുള്ളി വരുന്നത് കണ്ടു. അപ്പോൾ പലതവണ പുള്ളിയെ ഇങ്ങനെ അവിടെ ഇങ്ങനെ തൊട്ടി പാലെടുക്കുന്ന തൊട്ടി അവിടെ വെച്ചിട്ട് പുള്ളി ഇറങ്ങിപ്പോകും. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഓർത്തു ഇങ്ങനെ പുള്ളി എന്തൊരു ആവശ്യത്തിന് പോകുന്നതാണ്. പിന്നെ ഇങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം കണ്ടു വ്യക്തമായിട്ട് ഇങ്ങനെ പുള്ളി അവിടെ നിന്ന് ഇറങ്ങി വരുന്നത്. അപ്പം ഞാൻ ചോദിച്ചു എന്തിനാ അവിടെ പോയെന്ന് ചോദിച്ചു. പിന്നെ ആത്മഹത്യാശ്രമവും അയാളുടെ മദ്യപാനം സംബന്ധിച്ചൊക്കെ പറഞ്ഞില്ലേ, പോലീസ് കേസിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞില്ലേ, ഈ രണ്ട് പഞ്ചായത്ത് മെമ്പർമാരല്ലേ ഇതിനകത്ത് ഇടപെട്ടത്? അവരെല്ലാം ഈ പിന്നെ നിങ്ങളുടെ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്താണ്, പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെയുള്ള കാര്യം ഭർത്താവിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ എപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടില്ല. ആ ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത്. പലതവണ പോയിട്ടുണ്ട്. പലതവണ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് സ്റ്റേഷനിൽ പോലീസുകാർ ഒരു പ്രാവശ്യം മാത്രമേ നിങ്ങൾക്ക് എതിരായിട്ട് സംസാരിച്ചിട്ടുള്ളൂ. പിന്നെ നാട്ടുകാരും ഈ പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ. പഞ്ചായത്ത് മെമ്പർ എന്ന് പറഞ്ഞാൽ ഈ സ്കറിയാച്ചൻ എന്ന് പറഞ്ഞ മെമ്പറാ
അത് നിങ്ങളുടെ വാർഡിലെ മെമ്പറാണോ? ഞങ്ങളുടെ വാർഡിലെ മെമ്പർ. ഈ വേറെ വാർഡിലെ പേര് പറഞ്ഞല്ലേ? സേവർ കുട്ടി കണ്ടത്തുങ്കര. അയാൾ വേറെ വാർഡിലെ മെമ്പറാണ്. അതെ, ആ പുള്ളി അപ്പുറത്ത് തൊട്ടപ്പുറത്തെ വാർഡിലെയാണ്. പ്രീതയുടെ അന്ന് കൊച്ചു പിള്ളേരായിരുന്നു, ഒരു ആൺകൊച്ചുകൊണ്ട് ഒരു പെങ്കച്ചുണ്ട്. അവർ രണ്ടുപേരും കൂടെ ഒരു 6-7 മണിയൊക്കെ കഴിഞ്ഞ് കാണും. രാത്രിയിൽ ഇവിടെ വീട്ടിൽ വന്നു. അന്നത്തെ കാലത്ത് ഞാനും എൻ്റെ ഭാര്യയും മെമ്പർമാരായിരുന്നു തറനാട് പഞ്ചായത്തിൽ. അപ്പോൾ വീട്ടിലിങ്ങനെ പേടിച്ച് ഭയപ്പെട്ടാണ് അവർ ഓടി വന്നത്. വീട്ടിൽ വന്ന് ഇങ്ങനെ എന്താ വിഷയം എന്ന് ചോദിച്ചു പറഞ്ഞു, ഭർത്താവ് സോമന് പിള്ളേരെയും തല്ലി, 2 പേരെയും തല്ലി, പ്രീതയെ എങ്ങനെ തല്ലി ഉപദ്രവിക്കുന്നു, അതുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റില്ലാത്തൊരവസ്ഥ വന്നുകൊണ്ട് ഓടി വീട്ടിൽ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറിയിരുന്ന കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ തന്നെ ഞാൻ പോലീസിനെ വിളിച്ചു, തറനാട് പോലീസിനെ വിളിച്ചു. അവരൊരു 15 മിനിറ്റ് അവരിവിടെ വന്നു. അവരിവിടെ വന്ന് ഇവിടെ പിള്ളേരുടെ മൊഴിയെടുത്തു, പ്രീതയുടെ മൊഴിയെടുത്തു. അപ്പോൾ മൊഴിയിൽ അവർ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ തിരിച്ച് അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന പ്രശ്നങ്ങൾ കഴിഞ്ഞല്ലോ, പോലീസ് വന്നല്ലോ, പോലീസ് വേണേൽ അവിടെ വന്ന കാര്യങ്ങൾ സോമനോട് പറഞ്ഞ് രമ്യതയിലാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ ഭയമാണ്. കൊച്ചു പിള്ളേർ ഉൾപ്പെടെ പറഞ്ഞു ഞങ്ങൾ ഒരു കാരണവശാലും പോവുകയില്ലെന്ന് പറഞ്ഞു. പിന്നെ അവർ ഇന്ന് രാത്രിയിൽ ഇവിടെ വന്ന് കിടന്നിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് പോകുന്നത്. ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് നാട്ടുകാരിങ്ങനെ പറഞ്ഞു കേട്ടിട്ട് 2 പേരും തമ്മിൽ കാര്യമായ പ്രശ്നങ്ങളുണ്ട്. അങ്ങേരെ അനുകൂലമായിരുന്നു അല്ലേ? അനുകൂലം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഭാര്യ അന്ന് മെമ്പറായിരുന്നു അതിനടുത്ത വാർഡില്. അപ്പം ഇവര് ഭാര്യയും ഭർത്താവും 2 പേരും പ്രീതിയാണ് സപ്പോർട്ട് ചെയ്തത്. അന്ന് എന്ന് വെച്ചാൽ അവര് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്തത്. പിള്ളേരെയൊക്കെ വിളിച്ച് അവര് സെപ്പറേറ്റ് വിളിച്ചു കൊണ്ടുപോയി പിള്ളേരോട് സംസാരിച്ച് ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് എന്നിട്ട് പുള്ളിയെ വിളിച്ചിട്ട് ചോദിച്ചു, നീ കള്ളു കുടിച്ചിട്ട് പോയി പ്രീതയെ തല്ലാറുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി എടുത്തടിച്ച് പറഞ്ഞു ഞാൻ തല്ലാറുണ്ടെന്ന് പറഞ്ഞു. അന്നേരത്തെയും പുള്ളി പറഞ്ഞു സ്ത്രീകളെ തല്ലുന്നത് എനിക്കിഷ്ടമല്ല, അവരെന്നാ തെറ്റ് ചെയ്തെങ്കിലും അങ്ങനെ സ്ത്രീകളെ തല്ലുന്നത് എനിക്കിഷ്ടമില്ല. എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് നീ പരാതി പറഞ്ഞത് ശരിയാണോ എന്ന് പുള്ളി ചോദിച്ചു. അങ്ങനെ ഒരു ഇത് വന്നായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ വെളിയിൽ ഇറങ്ങിയിട്ട് പിന്നെ പറഞ്ഞു പരത്തിയത് മുഴുവനും മറ്റേ മെമ്പർ മാത്രമേ എതിരായിട്ട് നിൽക്കുന്നത്. ആ പുള്ളി ഒരു കാര്യത്തിനും, ഞാൻ എന്ത് കാര്യത്തിന് എന്നാലും പുള്ളിയെ സഹായിക്കുകയില്ല. മറുവശം ഇപ്പം പുള്ളി തന്നെ ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല, എന്നാലും എനിക്കതെല്ലാം ഉപദ്രവമായിട്ട് വരികയും ചെയ്യും. ശരിക്കും പ്രീത ഇപ്പം ആഗ്രഹിക്കുന്നത് എന്താ? ഇപ്പം കൊച്ചുങ്ങൾക്ക് കിടക്കാനുള്ള ഒരു വീടുണ്ടാക്കണം. ഒരു ഇന്നത്തെ കാലത്ത് നായ്ക്കൾ കിടക്കാൻ ഇടം വേണം. പ്രീതിക്കും കുട്ടികൾക്കും സ്വൈരമായിട്ടുള്ള ഒരു ജീവിതം വേണം. ഇത് രണ്ട് അത് ഇദ്ദേഹത്തിൽ നിന്ന് മാറി. ഇപ്പോൾ 1.5 വർഷം അദ്ദേഹം പോയ സമയത്ത് പ്രീതിക്കും കുട്ടികൾക്കും ആശ്വാസമായിരുന്നു. അയാൾ തീരെ വീട്ടിൽ വരാതിരുന്ന സമയത്ത് പ്രീതിക്കും കുട്ടികൾക്കും ആശ്വാസമായിരുന്നു. പ്രീതിക്ക് സഹായം തരാത്തതിന്റെ കാരണം പ്രീതി ആര് സഹായിക്കുന്നു അവരെ ഇയാൾ ഉപദ്രവിക്കും എന്നുള്ളതുകൊണ്ടാണ്. കുട്ടികളെ അയാൾ കഠിനമായിട്ട് ഉപദ്രവിക്കാറുണ്ടോ? നേരത്തെയൊക്കെ ഉപദ്രവിക്കുമായിരുന്നു. പിന്നെ ഇങ്ങനെ കേസും വഴക്കും ഒക്കെ ഞാൻ കുറച്ചുകൂടെ തീർത്ത പാവം. എന്തുകൊണ്ട് ഇത്രയും സഹിക്കണം എന്ന് തോന്നാനുള്ള കാരണം എന്താ? എനിക്ക് എന്റെ കുഞ്ഞുങ്ങൾ അനാഥരായി പോരുന്നുണ്ട്. സഹോദരനില്ലേ പ്രീതിക്ക്? ഉണ്ട്. അപ്പൊ ആ സഹോദരന്റെ അടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ ഈ ഭർത്താവ് ഉപദ്രവിക്കാൻ വരുന്നുള്ളതുകൊണ്ട് സഹോദരൻ കൈവിട്ടിട്ടുണ്ടോ? ഉണ്ട്. സഹോദരൻ പ്രീതിയോട് സംരക്ഷിക്കാൻ പറ്റും. ഞാനും പിള്ളേരും ഒരു ഭാരമായിട്ട് അങ്ങനെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. തരാനുള്ളത് അന്ന് വിട്ടല്ലേ എന്നുള്ള ഒരു മട്ട. ഒരു സഹായവും കിട്ടിയിട്ടില്ല. പിന്നെ അമ്മ ഇങ്ങനെ വല്ലപ്പോഴും വരും. അമ്മയെന്നുള്ള മനസ്സുകൊണ്ട് അമ്മ വരുന്നതുകൊണ്ട് ആ ഒരു ആശ്വാസം ഉണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഒരു ഭർത്താവിൻ്റെ പേഴ്സണാലിറ്റിയെ നമുക്ക് വേറൊരു രീതിയിൽ ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് പിന്നീട് നമുക്ക് ഇത് ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രീത സ്വയം ഇത് ചെയ്യണം. ഈ വ്യക്തിയെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രീതയ്ക്കും കുട്ടികൾക്കും സ്വസ്ഥമായിട്ട് ജീവിക്കാനായിട്ടുള്ളൊരു അവസരം കിട്ടുകയാണെങ്കിൽ പ്രീത അതിന് തയ്യാറാണ്. കുട്ടികളും തയ്യാറാണ്. 97 വിവാഹം കഴിഞ്ഞതിന് ശേഷം ഭർത്താവ് ഒരുപാട് ക്രൂരമായിട്ട് പീഡിപ്പിച്ചതായിട്ടാണ് ഈ പരാതിയിൽ കാണുന്നത്. മാത്രമല്ല കുട്ടികളുടെ മുമ്പിൽ വെച്ചും ഉപദ്രവിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിട്ട് അവർ ക്രിമിനൽ കേസ് എടുക്കുകയോ അങ്ങനെ നിങ്ങളെ സഹായിക്കുകയോ ചെയ്തിട്ടുണ്ട്? ഇല്ല. അപ്പോഴത്തേക്ക് ഈ പുള്ളി ആരെങ്കിലും വിളിച്ചു പറയും, പൂർണ്ണമായിട്ടും നീതി നിഷേധിക്കുന്ന ഒരു നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ 2-3 തവണ ഇങ്ങനെ അവര് നാട്ടുകാർ വിളിച്ച് പോലീസ് വന്നിട്ടുണ്ട്. ഞാൻ 2 തവണ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഈ പുള്ളിയെ ആരെങ്കിലും വിളിച്ചു പറയും, ആരെങ്കിലും പുള്ളിയുടെ കൂടത്തിൽ വരും. ഞാൻ ആകപ്പാടെ എൻ്റെ ഈ പിള്ളേരെ കയ്യെ പിടിച്ചാൽ കയറി ചെല്ലുന്നത്. അപ്പോഴത്തേക്ക് ഇവര് പറഞ്ഞല്ല ഇതാക്കിയിട്ട് കേസൊന്നും ഇല്ല. ചിലപ്പോൾ രസീത് പോലും തന്നിട്ടില്ല. ഈ ഏത് പോലീസ് കൊടുക്കുന്നത് പിണ്ണാക്കനാട് പോലീസ് സ്റ്റേഷൻ. പിന്നെ നമ്മുടെ കേക്ക് വെച്ച് അവര് ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്നൊക്കെ അങ്ങനെയൊക്കെ പറയും. പക്ഷെ ഒരു കേസ് ഒന്നും മുമ്പോട്ട് കൊണ്ടുപോകാനോ ഒന്നും പുള്ളി അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ അത് തന്നെ ചെയ്യും. അപ്പോഴേ ആരെങ്കിലും വിളിച്ചു പറഞ്ഞ് പുള്ളിയുടെ ഭാഗം ക്ലിയർ ആക്കി പുള്ളിയെ വിടും. അപ്പൊ കോടതിയിൽ നിലവിൽ ക്രിമിനൽ കേസ് ഭർത്താവിനെതിരെ ഒന്നുമില്ല, ഇത്രയും പീഡിപ്പിച്ചിട്ടും ക്രൂരായിട്ട്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പ്രീതിയുടെ കഥകളെല്ലാം കേട്ടു.
പ്രീതിയുടെ കഥ കേട്ടിട്ട് ആകെപ്പാട് സങ്കടമായിരിക്കുന്നു. പ്രീതിയുടെ അമ്മ ഇവിടെ തന്നെ പുറത്ത് വളരെ സങ്കടത്തോടെയാണ് നിൽക്കുന്നത്. മോളുടെ ജീവിതം ഇങ്ങനെയായല്ലോ. നമുക്ക് പ്രീതിയുടെ അമ്മയെ വിളിക്കാം. സരസമ്മ ഏത് നാട്ടുകാരിയാ? ഞാൻ ഇടുക്കിയില്ലല്ല. മരുമകനെ കുറിച്ച് ആദ്യം പറയും. മരുമകനെ കുറിച്ച് അവർ വന്ന് കല്യാണം പറഞ്ഞപ്പോൾ പറഞ്ഞ തുകയൊക്കെ കൊടുത്ത് കെട്ടിച്ചു വിട്ടതാ. ഇങ്ങനെയൊന്നും വരുമെന്ന് ഓർത്തല്ല. അച്ഛന് വലിയ സങ്കടമായിരുന്നു അല്ലേ കെട്ടിച്ചു വിട്ടതിന് ശേഷം? എന്തായിരുന്നു ഇത്രയും പ്രായം വ്യത്യാസമുള്ള ഒരാളെ കെട്ടിച്ചു കൊടുക്കാൻ കാരണം? വീട്ടിൽ സാമ്പത്തിക കുറവായിരുന്നു. അതുകൊണ്ടാണ്. ഇയാൾ നല്ല കയ്യിൽ കാശുള്ള ആളായിരുന്നു അല്ലേ? അങ്ങനെ വലിയ കാശൊന്നും ഇല്ലായിരുന്നു. ഇയാൾ ഇത്രയും മോശക്കാരനാന്ന് നിങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു അല്ലേ? അന്ന് വന്ന് കാണുമ്പം കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇച്ചിരി കുടിക്കും എന്നൊക്കെ അറിയുമായിരുന്നു അല്ലേ? അങ്ങേര് കല്യാണത്തിന് മുമ്പ് ചോദിക്കില്ലേ, അന്വേഷിക്കില്ലേ ഇയാൾ എങ്ങനെയാണ്, വേറെ ബന്ധം ഉണ്ടായിരുന്നോ, കുടിക്കോ, ഇതൊക്കെ അന്വേഷിക്കില്ലേ? ഒരു ബ്രദറുള്ള ഒരു സ്ത്രീയല്ലേ? ഇല്ല, അറിഞ്ഞില്ല. അത് ഇവിടെ വന്നപ്പോൾ ഞാൻ അതിലൊക്കെ തിരക്കായിരുന്നു. അവരും പറഞ്ഞില്ല. വന്ന് തിരക്കി നിങ്ങൾ? ആരും അങ്ങനെ പറയില്ലല്ലോ അല്ലേ? അതെ. ഇത് കഴിഞ്ഞപ്പം ഓരോരുത്തർ എന്നോട് ചോദിക്കാൻ തുടങ്ങി, ഇങ്ങനെ ഒരു ബന്ധമുണ്ട്, ആ പെണ്ണി എന്തിനാ കെട്ടിച്ചെന്ന്. വന്ന പിന്നെ അമ്മയോട് എല്ലാവരും ചോദിച്ചു. അതെ. അച്ഛൻ എങ്ങനെയാ മരിച്ചത്? അന്ന് എന്തെങ്കിലും പറഞ്ഞിരുന്നു? മരിക്കുന്നതിന് മുമ്പ് പ്രീതിയെക്കുറിച്ച് എന്തെങ്കിലും സങ്കടപ്പെട്ട് പറഞ്ഞിരുന്നോ? പ്രീതിയെ കെട്ടിക്കേണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോൾ അമ്മ എന്താ ആഗ്രഹിക്കുന്നത്? ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണം എന്നാണോ? 8-10 കൊല്ലത്തോളം ആയിട്ടുണ്ട് ഇവര് നമ്മൾ പിരിഞ്ഞിട്ട്. ഇനി പുള്ളിക്ക് വേറെ ബന്ധമുണ്ട്. അങ്ങനെ അമ്മണിയായിട്ട് ഒരു നമ്മളിൽ ഒന്നിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അവള് പറയുന്നത് എനിക്ക് വേണ്ടെന്നാണ് പറയുന്നത്. ശരി, അപ്പോൾ നമുക്ക് അമ്മയും മോളും കൂടി തീരുമാനിച്ചു ഇങ്ങനെയുള്ള ജീവിതം വേണ്ടെന്ന്. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടെന്ന് തോന്നുന്നു ഇവർ രണ്ടുപേരും. ഇനി നമുക്ക് സോമനുമായിട്ടൊന്ന് സംസാരിക്കാം. മക്കളെ ബലമായി വിഷം കുടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എന്തായിരുന്നു സോമന്റെ മനസ്സിൽ? കത്തികൊണ്ട് സ്വന്തം മുഖം കുത്തിക്കീറുമ്പോൾ ഏത് മാനസികാവസ്ഥയായിരിക്കാം ഇയാളെ നിയന്ത്രിച്ചിരുന്നത്? കാണാം നമുക്ക് സോമന്റെ കഥ. എന്തൊക്കെയുണ്ട് സോമൻ? എല്ലാം നല്ല വിശേഷം. ഓക്കെ. ഇവർ രണ്ടുപേരും അറിയാമോ? അറിയാം. ആരാണത്? ഒന്നും എൻ്റെ ഭാര്യ, ഒന്ന് ഭാര്യയുടെ. ഇപ്പോഴും ഭാര്യ തന്നെ പറയുന്നു. അത്രേ ഉള്ളൂ. നമുക്കത് പറയാതിരിക്കാൻ ഒക്കെയല്ല. അല്ല, വീട് പങ്കിടുന്ന ആളല്ലല്ലോ. അല്ലല്ല, വീട് പങ്കിടുന്ന അതിൽ ഒരു മുറി നിങ്ങൾ എടുത്തു അല്ലേ? അത്രേ ഉള്ളൂ. ഞാൻ തന്നെയല്ല എടുത്തത്. ഞാൻ തന്നെയല്ല അത് ചെയ്തത് അവർ തന്നെ ചെയ്തു. അത് തന്നെ. പിന്നെ ഒരു വീട്ടിൽ താമസിച്ചിട്ട് പിന്നെ എങ്ങനെ ഭാര്യ എന്ന് പറയുമ്പോൾ വേറെ വേറെയായിട്ട് താമസിക്കുമ്പോൾ അതെങ്ങനെ ഭാര്യ? ബന്ധം പിരിയാൻ നമുക്ക് ഭാര്യ അല്ലെന്ന് പറയാൻ പറ്റുമല്ലോ. ബന്ധം പിരിയണോ? മനസ്സാലെ വിചാരിച്ച് സന്തോഷമായിട്ട് കഴിഞ്ഞാൽ തന്നെ ഭാര്യയാണ്. ചുമ്മാതെ രണ്ടുപേരും കൂടി ഒരു വീട്ടിൽ താമസിച്ചിട്ട് ഒരു വീട്ടിൽ തന്നെ വേറെ വേറെ മുറിയിൽ താമസിക്കുന്നു. പിള്ളേരെ അവരെയും കൊണ്ടുപോയി ഒരു തിണ്ണയിൽ താമസിപ്പിക്കുക. നിങ്ങൾ ഒരു മുറി എടുത്ത് അതിൻ്റെ അകത്ത് നല്ല പോലെ അതെങ്ങനെയാണ് ഭാര്യ ഭർത്താവ് ബന്ധമാവും? ബന്ധമല്ലല്ലോ. നമ്മൾ ഒരു താലി കെട്ടി കഴിഞ്ഞാൽ ആ സ്ത്രീ ഭാര്യയാണ്. ആ ബന്ധം അർത്ഥം മുറിച്ചെങ്കിൽ മാത്രമേ ഭാര്യ അല്ലാതെ ആവുള്ളൂ. അങ്ങനെ ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിലുള്ളത്. അത് ശരി, നല്ല നല്ല. നിങ്ങൾക്ക് ഇപ്പോഴും വലിയ സ്നേഹമാണല്ലേ? എനിക്ക് യാതൊരു സ്നേഹക്കുറവൊന്നുമില്ല. പക്ഷെ എന്നോട് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയത്തില്ല. അത് ശരിയാ. അതെന്താ അങ്ങനെ? നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ പന്ത് ഇങ്ങനെ എടുത്തെറിഞ്ഞാൽ ആ എറിയുന്ന ഫോഴ്സിലേ തിരിച്ചു വരത്തുള്ളൂ. അത് അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സ്നേഹം ഉണ്ടാവും. അത് സ്ത്രീകളല്ലേ, അവർക്ക് ആരെങ്കിലും ഒരു പുരുഷനെ ആശ്രയിച്ച് അത് നമ്മുടെ കടമയാണ്. അങ്ങനെയുള്ളപ്പോൾ അവർക്ക് സ്നേഹമില്ല എന്ന് പറയുന്നത് എന്താ അർത്ഥം? കടമ അവർ കാണിക്കാനും കൂടെ പഠിച്ചെങ്കിലേ അതുകൊണ്ട് കാര്യമുള്ളൂ. എന്താ കാണിക്കാത്തത്? അവർക്ക് സ്വന്തമായിട്ട് ഭർത്താവില്ലാതെ ജീവിക്കണം എന്നൊരാഗ്രഹം അവർക്ക് തോന്നി, അവരതനുസരിച്ച് കൈകാര്യം ചെയ്യും. അല്ല, നിങ്ങൾക്ക് സ്നേഹമില്ലെന്ന് തോന്നാൻ കാരണം ഞാനത് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അല്ല, പറയണല്ലോ, അവർ എല്ലാ കാര്യങ്ങളും ഇവിടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഒരു 6 വർഷമായി കാണും. കൊച്ചു 3 പഠിക്കുമ്പോൾ തൊട്ടാണ്, പെൺകൊച്ചു 3 പഠിക്കുമ്പോൾ തൊട്ടാണ് പ്രശ്നങ്ങൾ വീട്ടിൽ തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം അയൽക്കൂട്ടത്തിൽ പോയി. അവിടെ നിന്ന് വഴക്കുണ്ടാക്കി കുറച്ച് നാൾ നിന്ന് വെച്ചാൽ അവിടെ നിന്ന് വഴക്കുണ്ടാക്കി ചാടി. അത് കഴിഞ്ഞ് കുടുംബശ്രീയുടെ യൂണിറ്റിൽ പോയി. അല്ല, എന്തിനാ കോടതിയിലേക്ക് പോകാൻ കാരണം? കോടതിയിലോട്ട് ഞാനല്ലോ പോയത്. കേസ് കൊടുത്ത് അവർ തന്നെയാണ് കോടതിയിൽ. ഞാൻ ഇതിനെ പുറകെ പോകുന്നു. എന്തിനാ കോടതി കേസ് കൊടുത്തത്? അവർ ആർക്കെ വീടിന് നിയമം വെച്ചാൽ അവർ കേസ് കൊടുത്തു. ഇപ്പോൾ അവർക്ക് ആവശ്യം അവരുടെ സ്വർണവും പണവും കാശും വേണമെന്നാണ്. ഞാൻ മേടിക്കാത്ത സാധനം കൊടുക്കാൻ പറ്റില്ല. നിങ്ങളുമായിട്ട് സ്നേഹം ഇല്ലാതായത് എങ്ങനെയാ സോമൻ? അത് ഈ ഫോൺ ബന്ധമാണ് ഇതിനകത്ത് പ്രശ്നം വന്നത്. പണിക്ക് പോയി കഴിഞ്ഞു ഇവക്കൊരു ഫോൺ സ്ഥിരമായിട്ട് വരുമായിരുന്നു. എവിടെ നിന്ന്? പണി സ്ഥലത്ത് നിന്നാണ് ആദ്യം പറഞ്ഞു. അത് ഈയിടെ ഉണ്ടായിരുന്നു. ജോഷി എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് മിക്കവാറും വിളിക്കാറുണ്ട് ഇവിടെ. ഇവരെവിടെ പോയാലും ആ ആള് അവിടെ സാന്നിധ്യം ഉണ്ടെന്നുള്ളതാണ് വീട്ടിൽ ഭർത്താനം പിള്ളേർ പറയുന്നത് കേൾക്കുന്നത്. പിള്ളേർ ഇവളും കൂടെ പോയിച്ച് വരുന്നത്. അപ്പോൾ ഇത് ജോഷിയാണോ വേറൊരുത്തനാണോ ഇവനാണെന്ന് പറയത്തില്ല.
കാര്യങ്ങൾ മുഴുവൻ ഇവിടെ നിങ്ങൾക്ക് ആരും വ്യക്തമല്ല, നിങ്ങൾ കണ്ടിട്ടുണ്ട് അയാളെ. നമുക്ക് കാണാൻ പറ്റുമല്ലോ, നമുക്ക് പുറകെ നടന്ന് പിടിക്കാൻ പറ്റുമല്ലോ. നിങ്ങൾ പുറകെ കുറെ നടന്നതാ കിട്ടിയില്ല. അങ്ങനെ നിങ്ങളുടെ ഭാവനയിൽ കൂടി ഒരാളെ നിങ്ങൾ കാണാൻ കൂടെ ഒന്നുമല്ല മാഡം. സംസാരിക്കുന്ന ഓരോ കോളുകളും വീട്ടിൽ പിള്ളേരുടെ അടുത്തിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ ഇവിടെ അമ്മ വിളിച്ചാൽ വീട്ടിൽ പിള്ളേരുടെ അടുത്തിരുന്ന് സംസാരിക്കും. അല്ലാത്ത കോൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ മുറ്റത്തിറങ്ങിയിരിക്കും ഇരുട്ടത്ത്. അങ്ങനെയാണോ? അല്ല, മുറ്റത്തെന്ന് പറയാം എല്ലാം അവിടെ പകല് പോലും ഇനി ഞങ്ങൾ ഈ കിടക്കുന്ന അവിടെ വല്ലാതെ അപ്പുറത്തോട്ട് മാറാൻ പറ്റത്തില്ല. അതുപോലെ കാട് പിടിച്ച് വൃത്തികെട്ടാ കിടക്കുന്നേ. അല്ല, അങ്ങനെയുള്ള സ്ഥലത്ത് എന്തിനാ പോയി സംസാരിക്കുന്നത്? അങ്ങനെയുള്ള സ്ഥലത്തോട്ട് രാത്രിയിൽ എങ്ങനെയാ ഇറങ്ങി പോകുന്നേ? ഇവര് കിടക്കുന്ന സ്ഥലം നല്ല ക്ലിയർ ആയിട്ടുള്ള മാത്രം അടിച്ചിടും, ബാക്കിയുള്ളവരെ ഒന്നും അടിച്ചിടുകയില്ല. ഞാൻ രാവിലെ ഇറങ്ങി പോകും. എവിടെ പുറത്തു പോയി വെച്ചാൽ എവിടെ, പറമ്പിലാണോ റോട്ടിലാണോ? ആദ്യകാലം ഇത് തുടങ്ങുമ്പോൾ പറമ്പിലൊക്കെ കയറി ഫോൺ വിളിക്കുമായിരുന്നു, ഒളിച്ചും പാത്തു നിന്ന്. അതത്തെ പ്രശ്നം മൂത്താണ് ഇപ്പൊ ഈ പ്രശ്നം. അല്ല, നിങ്ങൾ ഇതുവരെയ്ക്ക് അങ്ങനെ എന്തെങ്കിലും കണ്ണിൽ കൂടി കണ്ടിട്ടുണ്ടോ? കണ്ണിൽ കൂടെ കാണണമെന്നില്ല. ആള് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഒരു ബന്ധം അവർക്കുണ്ടെന്ന്? നമ്മുടെ അനുഭവത്തെ വീട്ടിൽ നിന്നുള്ള ഫോൺ വിളി കാണുമ്പോൾ നമുക്ക് അതിന്റെ ബന്ധങ്ങൾ അറിയാം. ഞാൻ പറയട്ടെ, നിങ്ങളും അമ്മയുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം ഇവരെല്ലാം അറിയാമല്ലോ. നിങ്ങളെ നാട് മുഴുവനും ബന്ധമുള്ള ഒരാളല്ലേ. ഒരു പെണ്ണ് എനിക്കൊരു ബന്ധം ഉണ്ടെന്ന് ഇവിടെ ആരെങ്കിലും ചൂണ്ടി കാണിക്കുകയാണെങ്കിൽ അവരെ വിളിച്ച് ഇവിടെ കൊണ്ടുവരാൻ ഞാൻ തയ്യാറാണ്. ഞാൻ രണ്ടുപേരെയും പറഞ്ഞല്ലോ, അത് ആ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പലരും ഇത് ചെയ്യാറുണ്ട്, സ്നേഹിക്കാറുണ്ട്. പിന്നെ ആ പെണ്ണ് സ്നേഹിച്ച് ആ പെണ്ണ് വേറെ കെട്ടിപ്പോയി. രണ്ടാമത് ഞാൻ എന്റെ കൂട്ടുകാരുടെ കൂടെ ആ വീട്ടിൽ പോകുന്നുള്ള ഒരു ചടങ്ങ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഒരുമിച്ച് പുള്ളിയുടെ കെട്ടിയനുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് റവർ വെട്ടുന്നു, ആ വീട്ടിൽ കൂടെ കയറി ഇറങ്ങി പോകുന്നു, ഞങ്ങൾ ഒരുമിച്ച് വെട്ടുന്നു, പാലെടുക്കുന്നു. ഈ രണ്ടുപേരല്ലാതെ വേറെ ആരാ ഉള്ളത് ഇവർക്ക്? വേറെ എനിക്ക് അങ്ങനെയൊന്നും അറിയത്തില്ല. അല്ല, ഈ അമ്മുണിയും മറ്റേ പെണ്ണ് കല്യാണത്തിന് മുമ്പുള്ള പെണ്ണും ഈ രണ്ടുപേരല്ലാതെ ഇങ്ങനെ കുറിച്ച് വേറെ വല്ലതും കേട്ടിട്ടുണ്ടോ? ഞാൻ അങ്ങനൊന്നും കേട്ടിട്ടില്ല. ഈ അമ്മുണിയുമായിട്ട് എന്താ ഏർപ്പാട്? ഈ അമ്മണിയുടെ മകൾക്ക് ഈ പുള്ളിയെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ഒരു മകള് മരിച്ചുപോയി, അവർ അംഗൻവാടി ടീച്ചറായിരുന്നു. അപ്പൊ ഈ പെണ്ണിന് ഈ പുള്ളിക്കാരനെ ഒട്ടും ഇഷ്ടമില്ല. എന്നിട്ട് ഇവര് വീട്ടിൽ കൂടെ ഫീൽഡിനൊക്കെ വരും. ഫീൽഡിന് വരുമ്പോ ഈ പുള്ളി പെരക്കകത്ത് കയറിപ്പോവും. അപ്പൊ ഞാൻ പലതവണ അപ്പൊ ഞാൻ ചോദിച്ചു എന്നാന്ന് ചോദിച്ചു, പിന്നെ അവക്ക് ഞാൻ അവിടെ ചെല്ലുന്ന ഇഷ്ടമില്ല. അതെന്താ ഇഷ്ടമില്ലാത്തത്? ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ആ കൊച്ചിനെ എന്നാ കണ്ടാലും സ്വാമി ചേട്ടാന്ന് മാത്രമേ വിളിക്കുള്ളൂ. ആ സ്ത്രീക്ക് ഇന്ന് 60 വയസ്സുണ്ട്. അവരെ പറ്റി ഇവള് പറയുന്നത് ശരിയാണോ? നിങ്ങൾക്ക് വന്ന് എത്ര കൊല്ലമായിട്ട് ആ സ്ത്രീമായിട്ട് ബന്ധമുണ്ട്? എനിക്കോ? ഞങ്ങളൊരു 6 വർഷം ഞാൻ ആ പുള്ളിയായിട്ട് റവർ വെട്ടി. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പാട്ടക്കാരുടെ കൂടെ പോയി. ഈ പെണ്ണുമായിട്ട് എത്ര കൊല്ലമായിട്ട് ബന്ധമുണ്ട്? ഈ അമ്മണിയുമായിട്ട് എത്ര കൊല്ലമായിട്ട് ബന്ധമുണ്ട്? ഒരു വീട്ടിൽ ചെല്ലുന്നത് മുഴുവൻ വീട്ടുകാർ. അതിന് ആ സ്ഥാനത്ത് ഈ അമ്മണിക്ക് പ്രായമായ പിള്ളേരുണ്ട്, പിന്നെ ഈ അമ്മണി എനിക്ക് വേണം. അപ്പൊ നിങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയല്ല, ഒരു സൗഹൃദമാണ്. അവർക്കൊരു ഫോൺ വന്നുകൊണ്ട് ഉടനെ അവർക്കൊരു ബന്ധമുണ്ടെന്നറിയോ? അതും നിങ്ങൾ ആരാന്നറിയും. നിങ്ങൾ ആ വീട്ടിലേക്ക് പോകുന്നു വരുന്നു, നാട്ടുകാർ മുഴുവനും പറയുന്നു. ഇവരൊരു ഫോൺ മാത്രം ചെയ്യുന്നതിന് ഉടനെ അവർക്ക് ബന്ധമുണ്ടെന്ന് നിങ്ങൾ പറയാമോ? ഇവളുടെ ആറ്റി പോയിരുന്നു വിളിക്കുമായിരുന്നല്ലോ. എവിടെ പോയി ഇരുന്ന് സംസാരിച്ചാലും നിങ്ങളും എന്തുകൊണ്ട് അവിടെ പോയി നിങ്ങളുടെ ഭാര്യയും കൊണ്ട് നിങ്ങൾ അമ്മണിയുടെ വീട്ടിലേക്ക് പോകാമായിരുന്നല്ലോ. അവൾക്ക് പോകായിരുന്നല്ലോ. അവൾ എന്നെ വിളിക്കാൻ ഞാൻ പോകാൻ തയ്യാറായിരുന്നല്ലോ. ഇവർക്ക് നേരിട്ട് ചോദിക്കായിരുന്നു, നിങ്ങൾ ഇതിനുമായിട്ട് എന്നാ ബന്ധം എന്നുള്ളത് ചോദിക്കുന്നത്. എനിക്ക് എന്റെ വീട്ടിൽ ആരും വന്നാൽ എനിക്ക് ഒളിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഒരു നിമിഷം കേക്ക്. നിങ്ങൾ രഹസ്യമായിട്ട് അമ്മണിയുടെ വീട്ടിൽ പോയി ഇരുന്ന് സംസാരിക്കാം. ഞാൻ രഹസ്യമായിട്ട് പോകുന്നില്ലല്ലോ. ഞാൻ ആ വീട്ടിൽ അവരുടെ കെട്ടിയവനുള്ളപ്പോൾ ഞാൻ പോകും. രാത്രി 12 മണി വരെയൊക്കെ പോയി. എപ്പോഴും ഉണ്ടോ വീട്ടില്? ഞങ്ങൾ വെട്ടും കഴിഞ്ഞ് പോരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോരുന്നു, അവിടെ കയറുന്നു. ഞാൻ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നു, ഞാൻ ഇങ്ങോട്ട് പോരുന്നു. ഇപ്പോഴും കെട്ടിയവനുണ്ടോ? കെട്ടിയവൻ ഇപ്പോഴും ഉണ്ട്. എന്ത് ചെയ്യുന്നു? പുള്ളിയിപ്പം കാലം കുറിച്ച് കിടക്കുന്നു. നിങ്ങൾ 1.5 വർഷം ഇവരെ പിരിഞ്ഞിരുന്നപ്പോൾ നിങ്ങൾ ആ അമ്മണിയുടെ വീട്ടിലല്ലേ താമസിച്ചത്? അല്ലല്ല, ഞാൻ കൊണ്ടൊരു വായനശാല റൂം എടുത്ത് കിടക്കുമായിരുന്നു അവിടെ. ഞാൻ സൈക്കിൾ പണിയുന്ന ആ റൂമിൽ നിന്ന് നിങ്ങൾ ഇറങ്ങേണ്ടി വന്നത് എന്തിനാ? ഇറങ്ങണ വന്ന് പോലീസുകാർ വിളിച്ചു. എന്തിനു പോലീസുകാർ പിടിച്ചു? ഇവിടെ വന്ന് കിടക്കുന്ന എന്തിനാ, കള്ളന്മാരാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല, ഞാൻ ഇന്നോടെ സൈക്കിൾ പണിക്കാരനാണ്. നിങ്ങൾ അമ്മണിയുമായിട്ടുള്ള ബന്ധം അവിടെ വെച്ച് നടത്തിയിട്ടല്ലേ? നല്ല തെളിവുണ്ട്. ഒരു തെളിവില്ല മാഡം, അതിന് ഒരു തെളിവില്ല. അത് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല. ഞങ്ങൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ അവിടെ വന്ന് അന്വേഷിച്ചു, ആരും പറഞ്ഞ കാര്യങ്ങളാണിത്. പക്ഷേ ഈ പെണ്ണിനെ കുറിച്ച് ഒരു വാക്ക് പോലും ആരും തെറ്റായി പറഞ്ഞിട്ടില്ല. ഈ മാഡം പറഞ്ഞു തന്നെ എന്നെ കുറിച്ച് അവിടെ ഒരു മനുഷ്യനും പറയാം. എനിക്ക് നല്ല ഉറപ്പാണ്. നിങ്ങളെക്കുറിച്ച് പറഞ്ഞു സോമൻ, അല്ലാതെ ഞങ്ങൾ ഈ വേദിയിലിരുന്ന് സംസാരിക്കോ? നിങ്ങളെക്കുറിച്ച് പറഞ്ഞതാണ്. ആദ്യത്തെ ബന്ധം നിങ്ങൾ പറഞ്ഞത് ശരി, കല്യാണത്തിന് മുമ്പ് ആരൊക്കെ ഉണ്ടായത് അതൊക്കെ വേറെ കാര്യം. കല്യാണം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അമ്മണിയുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു. അവിടെ വായനശാലയിൽ പോയി അമ്മണിയുമായിട്ട് നിങ്ങൾ അവിടെ കിടന്നു, അവിടെ പോലീസ് വന്നു, നിങ്ങളെ പിടിച്ചു. ഇത് അത്രയും എല്ലാം റെക്കോർഡാണ്. ആ ഒരു കാര്യത്തിൽ എന്തു പറഞ്ഞാലും ഞാൻ അംഗീകരിക്കില്ല. എന്നാ റെക്കോർഡ് ഉണ്ടെന്ന് പറഞ്ഞാലും പോലീസ് വിളിച്ചെങ്കിൽ അതിൻ്റെ റെക്കോർഡ് കാണിക്കുക.
എന്നെ അവിടെ വന്ന് പോലീസ് വിളിച്ച് എൻ്റെ അമ്മാവൻ്റെ മകൻ അന്ന് ഡ്രൈവർ വണ്ടി ഓടിച്ചത്. അവൻ ചോദിച്ചു എന്നാ ചേട്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്നപോലെ പിന്നാക്കനായിരുന്നു SI പറഞ്ഞു 2 മാസത്തേക്ക് ഇറങ്ങിയില്ല, ഇവിടെ മനസ്സൊന്ന് നടക്കട്ടെ എന്നിട്ട് നമുക്ക് കയറാമെന്ന് പറഞ്ഞു. ഞാൻ ആ പോക്ക് ഞാൻ സൈക്കിൾ പണിയുന്നത് വൈമ്പോത്തനക്കാരുടെ കെട്ടിടത്തിൽ റൂം എടുത്തു. അവരോട് വിവരം പറഞ്ഞു. അവരവിടെ കിടന്നോളാൻ പറഞ്ഞു. രാത്രി 12 മണി വരെ അവിടെ ആൾക്കാരുണ്ട് വായനശാല ജംഗ്ഷനിൽ. ഇതിനിടയ്ക്ക് എവിടെ അമ്മണി വരും, അമ്മണി അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരും. അത് ഞാൻ അങ്ങോട്ട് അമ്മനെ കൂട്ടിക്കൊണ്ട് വരുമോ? എന്ത് പറയുന്നതിന് 12 മണി 1 മണി വരെ അവിടെ വായനശാല ജംഗ്ഷൻ ആളുണ്ട്. ശരി, പ്രീതിക്ക് മറ്റവരോട് പോകുന്നതിലൊന്നും വലിയ പ്രശ്നമല്ല. പ്രീതിയെ പേടിപ്പിക്കുക, രാത്രി മുഴുവനും ഉറങ്ങാതെ അവൻ്റെ ശല്യപ്പെടുത്തുക. നിങ്ങൾ എന്തിനാ വീട്ടിൻ്റെ ഓടെല്ലാം പൊളിച്ചത്? EMS പദ്ധതി 2010 ഞാൻ EMS പദ്ധതിയുടെ ലോണ് കിട്ടി. നിങ്ങളുടെ പേരിൽ വീടുള്ളപ്പോൾ എങ്ങനെയാ ലോൺ കിട്ടി? 40 വർഷത്തെ പഴക്കമുണ്ട് വീടിന്. എത്ര 100 വർഷം മാനം ചോദിച്ചാൽ ഞാൻ പറയാം. നാട്ടുകാർ കേടു പെര പണിയുന്നതിന് മുമ്പ് EMS പദ്ധതി കാശ് കൊടുക്കുകയാണ്. അതെല്ലാവർക്കും കൊടുത്തു അവിടെ. അത് ഞാൻ കാശ് മേടിച്ചു. അത് മേടിച്ചുകൊണ്ട് വന്നേച്ചാണ് ഇവിടെ ഞാൻ പെര പണിയുന്ന അന്നാണ് എന്നെ ഇറക്കി വിടുന്നത്. ചാർത്ത് പൊളിച്ച് ഞാനും പിള്ളേരും കൂടെ കൂടിയാണ് ചാർത്ത് പൊളിക്കുന്നത് ഷെഡ് പണിയാനായിട്ട്. അന്ന് ഇവിടെ കേസ് കൊടുത്തു. ഇവരെ ഇറക്കി വിടായിരുന്നു? ഞാൻ ഇറക്കി വിട്ടില്ല. ഞാൻ ആരെയും ഇറക്കി വിടാൻ ഇന്ന് വരെയും തുടങ്ങിയിട്ടുമില്ല. നിങ്ങളെ ഇറക്കി വിട്ടോ? പോലീസുകാർ വന്ന് എന്നോട് പറഞ്ഞു, സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞു. 1 മാസത്തേക്ക് ഇറങ്ങുന്നില്ല, എന്നിട്ട് ഇവിടെ മനസ്സ് മാറിക്കഴിയുമ്പോൾ നമുക്ക് കയറാമെന്ന് പറഞ്ഞു. ഞാൻ 1 മാസത്തിന് 1 വർഷം നടന്നു. ശരി, ഇതിനിടയ്ക്ക് ഒരു തെറ്റിനും ഞാൻ പോയിട്ടില്ല. ഞാൻ ഇവിടെ കല്യാണം കഴിച്ചാൽ പിന്നെ ഞാൻ ഒരു തെറ്റിനും പോയിട്ടില്ല. നിങ്ങളെ വന്ന പിള്ളേർക്ക് വിഷം കൊടുത്തില്ലേ? വിഷമല്ല, ഞാനാ കുടിക്കാൻ തുടങ്ങിയത്. വിഷം കൊടുത്തു, കൈ പിടിച്ചിങ്ങനെ നിങ്ങൾ കണ്ടു പോയാൽ മതി എന്ന് പറഞ്ഞു. അച്ഛൻ ചാകുന്ന നിങ്ങൾ കണ്ടു പോയാൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ അമ്മയുടെ സ്വഭാവം കാരണം ഞാൻ ചാകുന്ന നിങ്ങൾ കണ്ടോളാൻ പറഞ്ഞു. ഞാൻ ചെയ്തതാണ്. കാരണം പിള്ളേർക്കല്ല, ഞാനാ കഴിക്കാൻ പോകുക. എന്നിട്ട് ഇവർ പോയി വിഷം കുടിക്കുന്ന ആള് ഒരു മറിഞ്ഞ് എവിടെയെങ്കിലും പോയി നിന്ന് ഒളിഞ്ഞിരുന്നല്ലേ വിഷം കഴിക്കണം? ഇവരെ പേടിപ്പിക്കാനായിട്ട് ഇവര് മുൻവശം നിപ്പോ വിഷം കുടിക്കോ? ഞാനതായിരുന്നു. നിങ്ങൾ സാരി എടുത്ത് ഇവരെ കാണാണോ ഇങ്ങനെ തൂക്കിലിടാൻ? നിങ്ങൾ അവര് പുറത്ത് പോകുന്ന സമയത്ത് ആ സമയത്തല്ലേ തൂക്കില്? അതൊക്കെ അവിടെ മനസ്സിലിരിപ്പോ അവള് പറഞ്ഞത്, ഞാനല്ല പറഞ്ഞത്. അപ്പൊ ഇത് മുഴുവൻ അഭിനയല്ലേ? ഒരാൾ മരിക്കണമെങ്കിൽ 4 പേര് കാണലാണോ മരിക്കുന്നത്? മരിക്കാൻ എന്തെല്ലാം മാർഗമുണ്ട്. വിഷം കുടിക്കുന്നത് അത് പിള്ളേരോട് മനപ്രയാസപ്പെടുത്തുന്ന ഒരു സ്ത്രീ എന്തിനാ? കുഞ്ഞുങ്ങളെയും ഇവര് മനപ്രയാസപ്പെടുത്തേണ്ട വല്ല ആവശ്യമുണ്ടോ? എന്തിനാ അവരെ പേടിപ്പിക്കുന്നത്? അങ്ങനെ തന്നെ അവർ കൊടുക്കാൻ സമ്മതിച്ചില്ല. നിങ്ങൾ കുടിക്കുന്ന പിള്ളേരും കാണണം അവരും കാണണം എന്ന് പറഞ്ഞാൽ എന്ത് ന്യായമാണിത്? അതുകൊണ്ട് തന്നെയാ തോന്നിയത്. പഠിപ്പിക്കാൻ വേണമെങ്കിൽ എന്ത് പഠിപ്പിക്കാനാ? ടീച്ചറാണോ? നിങ്ങളെ സ്കൂൾ മാസ്റ്ററാണോ പഠിപ്പിക്കാനായിട്ട്? ഇഷ്ടമെങ്കിൽ ഇട്ടായിട്ട് പോകണം. ചുമ്മാ രാത്രി മുഴുവനും കഥ വിട്ട് പൊളിക്കുക. അവർ പിള്ളേർ അവർ രാത്രി മുഴുവനും ഉറക്കമില്ലാതെ അങ്ങനെ വീട്ടിൻ്റെ അകത്ത് ചെലവിന് കൊടുക്കില്ലേ നിങ്ങൾ? ഞാൻ കൊടുക്കുന്നുണ്ട്. കോടതി പറഞ്ഞ അനുസരിച്ച്. എത്ര മാസം കൊടുത്തു നിങ്ങൾ? ഇനിയിപ്പോ ഒരു 3 മാസമുണ്ട്. എനിക്ക് പൈസ എത്ര മാസം കൊടുക്കാനുണ്ട്? ഇനിയോ 5 മാസത്തോളം ഉണ്ട്. 5 മാസം എന്തുകൊണ്ട് കൊടുത്തില്ല? 8 മാസം വരെ ഞാൻ അടച്ചിട്ടുണ്ട് കാശ്. 8 മാസത്തെ വരെയും കാശ് അടച്ചു. കൂടെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് കൊടുക്കുമായിരുന്നോ? കൊടുക്കുമായിരുന്നു. പിന്നെ എന്തിനാ അവര് ജോലിക്ക് അയച്ചത്? ഞാൻ അയച്ചില്ല, സ്വന്തം ഇഷ്ടപ്രകാരം പോയാൽ ഞാൻ അയ്യാനാ. കുടുംബശ്രീ പോയ ചരിപ്പുണ്ട് അരിയുടെ വർക്കെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ എന്നോട് പറഞ്ഞു, അവിടെ നിന്ന് ആടി കഴിഞ്ഞപ്പോൾ പറഞ്ഞു നമുക്ക് എല്ലാവരും കൊണ്ട് നോക്കിയെങ്കിലേ കുടുംബം നടന്നു പോകുള്ളൂ, ഈ രീതിയിൽ പോയാൽ പറ്റില്ല, അതുകൊണ്ട് ഞാൻ വഴി അന്വേഷിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോകണ്ട, ഇരാറ്റുപേട്ട പോകണ്ടെന്ന് പറഞ്ഞു. ഇരാറ്റുപേട്ട പോയാൽ ശരിയല്ലെന്ന് പറഞ്ഞു. ഇവൾ തന്നെ പോയി പണി സ്ഥലം കണ്ടുപിടിച്ച് ഇവൾ തന്നെ അവിടെ പോയി. ശരി, നിങ്ങൾ ചെലവിന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ അച്ഛൻ അമ്മയും എന്തുകൊണ്ട് ചേട്ടൻ്റെ വീട് വരെ അത്രയും ദൂരം പോകേണ്ട ആവശ്യം എന്താ? അതിന് ഉദാഹരണം ചെയ്തിരിക്കുന്നു. എന്താ? അവള് ഞാൻ രാവിലെ റബ്ബർ ഇറങ്ങി പോകും, വരുമ്പോ ഇവനെ കൂട്ടത്തല്ലും വെച്ച് അവിടെ ഇരിക്കുക. ഇവരും ഇവളും അമ്മയും അപ്പനും കൂടെ വന്ന് പറയുമ്പോൾ ഇവളും എന്നോട് പരാതി പറയും, അവരും പറയും. ഞാനിത് ആരെ രണ്ടുപേരും ഞാൻ കിടന്ന് വഴക്കുക. നിങ്ങളുടെ വീടുള്ളപ്പോൾ അടുത്തുള്ളപ്പോൾ എന്തിനാ അത്രയും ദൂരം നടന്നു പോയി ആഹാരം കഴിക്കാൻ പോയി? വേറൊരു കാര്യം കൊണ്ടുണ്ട്. അവർക്ക് ഒരു പാക്കറ്റ് പാല് പോലും മേടിച്ചിട്ടില്ല. ഇവർക്ക് ഈ പഴയങ്ങഞ്ഞി ആഹാരം ഉണ്ടായിരുന്നു. പിള്ളേര് കഴിക്കുന്ന ആഹാരം ഒരു പിടി വന്ന അച്ഛനമ്മയ്ക്ക് കൊടുക്കണ്ടേ? അല്ല, ഈ കഞ്ഞിയൊന്നും അവർക്ക് അങ്ങനെ കഴിക്കത്തില്ലായിരുന്നു. അപ്പൊ ദോശയോ അങ്ങനെയുള്ള അല്ലാതെ വേറെ ഒരു പലഹാരം അവരങ്ങനെ അവിടെ നിന്നും കൊണ്ടുവന്ന് കഴിക്കാറില്ല. ചേച്ചി ദോശ ചുട്ടു കൊടുക്കും. ആ ചേച്ചിക്ക് വലിയ കാര്യമല്ല. അപ്പൊ കാശ് കൊടുക്കുമായിരുന്നു ചെലവിനൊക്കെ. നിങ്ങൾ ജീവനോട് നിൽക്കണമെങ്കിൽ വല്ല ആഹാരം കഴിക്കണമല്ലോ. അപ്പോൾ നിങ്ങൾ ജോലിക്ക് പോകുന്നവർക്ക് ഇങ്ങനെയല്ല കാശ് കൊടുത്തോണ്ടിരുന്നത്. അല്ല, അങ്ങനെ കാശൊന്നും കൊടുക്കുന്നില്ല. ഈ എങ്ങനെ ജീവിച്ചത്? കൊല്ലങ്ങളോളം അങ്ങനെ ആഹാരം കഴിക്കാതെ ജീവിക്കാനൊക്കോ? അച്ഛനും അമ്മയെന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത്. നിങ്ങളുടെ കാര്യം ചോദിക്കാണ് ഞാൻ. അച്ഛനമ്മയുടെ കാര്യം വിടട്ടെ. ഇങ്ങനെ ചെലവിന് കൊടുത്തിട്ട് നിങ്ങൾ എങ്ങനെ ജീവിച്ചു? ഞാൻ ഉള്ളതും കൊണ്ടൊക്കെ കഴിഞ്ഞു. എവിടെ കൊണ്ടുവന്നോ? അമ്മ കൊണ്ടുവന്ന് തരുമോ? വീട്ടിൽ നിന്ന് അമ്മ കൊണ്ടുവന്ന് തന്നോ? അമ്മ ഒത്തിരി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് അരിയൊക്കെ. അതാ ചോദിക്കുന്നത്. അമ്മ ഒത്തിരി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. വീട്ടിൽ ഇവിടെ വരുമ്പോ ഇവിടുത്തെ പഞ്ഞവും ദാരിദ്ര്യവും ഒക്കെ കണ്ടിട്ട് അമ്മ അരിയായിട്ട് എന്നിട്ട് അടുത്തുള്ളവരൊക്കെ ചോദിക്കും. അങ്ങനെ അവർ അമ്മേരെ വീട്ടിൽ നിന്ന് അരി മേടിച്ച് കഴിക്കേണ്ട ആവശ്യമുണ്ടോ അവർക്ക്? റേഷൻ കടയിൽ കിട്ടുന്ന അരി മുഴുവൻ ഞാൻ മേടിക്കും.
കിട്ടുന്ന സാധനം മുഴുവൻ മേടിച്ച് വീട്ടിൽ കൊടുക്കും. ഒരാഴ്ചക്കുള്ള പച്ചക്കറി മേടിച്ച് കൊടുക്കും. അല്ല അരി അപ്പോൾ അങ്ങനെ ഇപ്പോൾ അമ്മ കൊണ്ട് കൊടുക്കുന്ന അരിക്ക് ഇത് വീട്ടിലെ പഞ്ഞമായിട്ടല്ല, അമ്മയ്ക്ക് വീട്ടിൽ ചിലവാകുകയാണ്. അങ്ങനെ കൊണ്ട് കൊടുക്കുന്ന സാധനം വേണമെന്ന് പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ല. ഇപ്പം കൊണ്ട് കൊടുത്താലും ഞാൻ പോലും കൊച്ചുങ്ങൾക്ക് അമ്മ മേടിച്ചോണ്ട് കൊടുത്ത് അങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ളൂ, അല്ലാതെ ഈ മനുഷ്യന് ഒരു ഉടുപ്പ് പോലും മേടിച്ചു കൊടുത്തിട്ടില്ല ഈ കുഞ്ഞുങ്ങൾ. അതെന്താ ചോദിക്കുന്നത്? ഇതൊക്കെ പറയുന്നത് വെറും നുണയല്ല. ഇതൊക്കെ കോടതി പോലെ അവള് പറഞ്ഞില്ലോ. കോടതിയിൽ അവിടെ ഇങ്ങനെ കൗൺസിലിങ്ങിന് പുള്ളി ഭയങ്കര ബഹളമായിരുന്നു. ഞാനാണ് ഭയങ്കര ബഹളം. അന്നേരം കൗൺസിലർ അങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ടോ? അല്ല എന്തിനാ ഉള്ള ഒരു മുറി പൂട്ടി വെച്ചിട്ട് അങ്ങനെ? ഞാനല്ല കൂട്ടുക, അടച്ച് കഥകിന് കുറ്റിയിട്ട് ഇവിടെ തന്നെ ഇറങ്ങിപ്പോകുന്നത്. ഞാനത് തുറക്കാനും പോയിട്ടില്ല. നിങ്ങളുടെ സാധനങ്ങളൊക്കെ എവിടെ വെച്ചിരിക്കുന്നത്? എന്റെ സാധനങ്ങൾ എന്നെ മുറിക്കാത്ത. അതാ ചോദിക്കും എന്തിനാ പിന്നെ അടച്ചു കൂട്ടിയിടാതിരിക്കാനൊക്കെ അല്ലേ. കാരണം അത് അടച്ചു കൂട്ടിയിട്ട് ഒരു മേശ കൊണ്ടു വെച്ചിട്ട് നിങ്ങളെ കുത്തിപ്പൊട്ടിച്ചു. ആരാന്ന് ഞാൻ എനിക്കറിയില്ല. അവരുടെ സാധനങ്ങളൊക്കെ പറക്കി മാറ്റി എടുത്ത് എറിഞ്ഞിട്ടല്ലേ നിങ്ങളുടെ സാധനം? ഞാൻ ഒരു സാധനവും മാറ എഴുതിട്ടില്ല. ഇവര് തന്നെ അലമാരി അടുത്തുള്ള പയ്യനുകൂടെ കൂട്ടിയാണ് അലമാരി അതിനകത്ത് വലിച്ചെടുക്കുക. ഞാൻ പിണ്ണാക്കനായിട്ട് SI വിളിച്ച് വീട്ടിൽ കയറാമെന്ന് പറഞ്ഞ് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈറ്റപ്പൂലിയ പോലെ നിൽക്കുക. ഇങ്ങോട്ട് കയറണ്ട, തിന്നാ കിടന്നോണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് എൻ്റെ അപ്പം ഉണ്ടാക്കുക. പോലീസുകാർ പറഞ്ഞിട്ട് കയറിട്ടുണ്ട്, നിനക്ക് ഈ കൂടെ താമസിക്കാൻ സൗകര്യമാണെങ്കിൽ താമസിച്ചോ, എനിക്ക് യാതൊരു എതിരുമില്ല, ഒരു വേർതിരിവ് വേണം ഞാൻ പറഞ്ഞു. നിങ്ങൾ മദ്യപിച്ചത് കാരണം നിങ്ങൾക്ക് അറിയുന്നില്ല തോന്നുന്നു എന്തൊക്കെയാണ് നിങ്ങൾ രാത്രി കാണിക്കുന്നതെന്ന്. നിങ്ങൾ തന്നെത്താനെ മുഖത്ത് വെച്ച് കുപ്പി വെച്ച് ഇങ്ങനെ കുത്തിയോ? എനിക്കറിയത്തില്ല. അതന്നെ മദ്യപിച്ച് നിങ്ങൾക്ക് അറിയുന്നില്ല. മദ്യപിച്ചിട്ടില്ല, മദ്യപിച്ച് അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ സ്ഥിരം മദ്യപാനിയല്ല. സ്ഥിരം മദ്യപാനിയാണ് ഇവിടെ നിന്ന് വീട്ടിൽ കാണുകയില്ല. തന്നെത്താനെ മുഖത്ത് കുപ്പി വെച്ച് കുത്തിയില്ല? എനിക്കറിയത്തില്ല. അയ്യോ, എന്താ ഈ പോലീസിൽ പോലും എല്ലാ സ്ഥലത്തും ഉണ്ട്. ഹോസ്പിറ്റലിൽ പോയത് നിങ്ങളുടെ ബ്രദർ നിങ്ങളെ കൊണ്ടുപോയതിന്റെ തെളിവുണ്ട്. ഇല്ലെന്ന് പറഞ്ഞത് എങ്ങനെയാ? എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ അതന്നെ അറിയില്ല, കുടിയില അറിയില്ലായിരിക്കും. അനിയൻ വന്ന് അവര് ചീത്ത വിളിച്ചില്ലേ? അനിയൻ വിളിച്ചില്ല. അനിയൻ എൻ്റെ കൂടെ വന്ന് എന്നെ അത് പറഞ്ഞത്. എവിടെ പോയപ്പോഴാണ്? എൻ്റെ വീട്ടിൽ വന്ന. എന്തിനാ തെറി വിളിച്ചത്? എന്തിനാ ഞാനിവിടെ കൂടി പൊളിച്ചു വേണം. അല്ലല്ലേ, മുഖത്ത് കുത്തിയതിന്റെ കാര്യം വന്ന് ബ്രദർ വന്ന് വഴക്ക് പറഞ്ഞില്ലേ? ഞാൻ അറിഞ്ഞില്ല. നിങ്ങൾ അറിഞ്ഞിട്ടില്ല? നിങ്ങളെ വഴക്ക് അപ്പൊ നിങ്ങൾ അത്രത്തോളം കുടിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ വ്യത്യാസം വീട്ടിലില്ലേ? എനിക്കറിയില്ല. നിങ്ങളുടെ അടുത്ത് പാടൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി അല്ല ഹോസ്പിറ്റലിൽ പോയത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ എങ്ങനെ മറയ്ക്കാൻ ഒക്കും? ചെയ്യാത്ത കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല. അവിടെ തുരുത്തിയിലെ തൊമ്മച്ചൻ ചേട്ടനെ രാത്രി വണ്ടിക്ക് ഈ പുള്ളി കയറി ചെന്നു, എന്നെ ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ബ്ലഡ് എല്ലാം ഒഴി പേടിച്ച്. അപ്പൊ പുള്ളിയാ കൊണ്ടുപോയതും. തെളിവുകളൊക്കെ ഇവിടെ ചോദിക്കാതെ ഇവിടെ കൊണ്ടുവരുമോ? നിങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളെ പറ്റി നല്ലപോലെ അറിഞ്ഞിട്ട് നിങ്ങളോട് ഞങ്ങൾ ഒരു കാര്യം ചോദിക്കണേ നല്ലപോലെ അറിഞ്ഞാലേ ചോദിക്കാൻ ഒക്കുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ ചോദിക്കാൻ ഒക്കില്ല. ചുമ്മാ നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ ഒരാളെ കൊന്നോ എന്ന് ഞാൻ ചോദിച്ചോ? ചോദിക്കില്ലല്ലോ. നിങ്ങൾ ചെയ്ത കാര്യങ്ങളല്ലേ ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയില്ലെന്ന് പറയും. ഓർമ്മയില്ല. അതെ, അപ്പൊ തന്നെത്താനെ കുത്തിയിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ഇന്നത്തെ എത്ര പേരുണ്ട് അതിന് സാക്ഷി? നിങ്ങളുടെ ബ്രദർ തന്നെ സ്വന്തമായിട്ട്. നിങ്ങളുടെ പിള്ളേര് തന്നെ സാക്ഷിയല്ലേ? എന്തിനാ കൊച്ചു പിള്ളേര് തന്നെ സാക്ഷിയല്ലേ? എന്തിനാ വേറെ ആൾക്കാര്? ആര് പഠിപ്പിക്കാനൊക്കോ? അച്ഛൻ തന്നെത്താനെ കുത്തിന്ന് പറയുന്ന അങ്ങനെ പറയാനൊക്കോ? ഇതൊന്നും ഇവിടെ പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കാൻ. ഈ നുണ പറഞ്ഞിട്ടൊന്നും ആര് പറഞ്ഞ് അംഗീകരിക്കും? ഞാൻ ആര് പറയാം? എനിക്ക് ഞാൻ പറയാം ഒരു കാര്യമുണ്ട്. ഇവിടെ പറയുന്നത് അംഗീകരിക്കാൻ, ബാക്കിയുള്ളവർ പറയുന്നത് കേട്ട് അംഗീകരിക്കാൻ പറ്റും. ഇതൊരു കോടതിയാണ്, ഇത് കോടതിയാണ്. അപ്പൊ അവര് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. അവരെല്ലാം അറിഞ്ഞുകൊണ്ടാണ് അവര് വന്നിരിക്കുന്നത് അവിടെ. ചുമ്മാ ഒന്നും അറിയാതെ അവിടെ വന്നിരിക്കുകയല്ല. അവര് ചുമ്മാ ഒരു കോട്ടിട്ടുണ്ടോന്നിരിക്കുന്ന ആൾക്കാരെല്ലാവരും. നിങ്ങളെല്ലാം നിഷേധിച്ച് നല്ല ആളാവൊന്നും വേണ്ട. പോലീസ് സ്റ്റേഷനിലും അവിടെ ഇവിടെ എല്ലാം നിങ്ങളുടെ പേരും എല്ലാം ഉണ്ട്. കോടതിയിൽ നിങ്ങളുടെ പേരുണ്ട്. അപ്പോൾ ആ ഒരു പെണ്ണിനും അവരുടെ പിള്ളേരെ ഇട്ട് ഇത്രയും കഷ്ടപ്പെടുത്തേണ്ട വല്ല കഷ്ടപ്പെടുത്തുന്നില്ല. ഞാൻ പല പ്രാവശ്യം നിങ്ങളുടെ മക്കളോട് സംസാരിച്ച് റെക്കോർഡ് വരെയും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇല്ലാതെ ഒരു കാര്യം നമുക്ക് ഇവിടെ ഒരു ഭാഗം ഉണ്ടാവുമല്ലോ. നമുക്കത് കേൾക്കണോ? അപ്പൊ സംസാരിച്ച് കേൾക്കണോ? നല്ല ഭാഷയായിരുന്നു. മക്കളോട് സംസാരിച്ച് നല്ല ഭാഷയായിരുന്നോ? അതിട്ട് കേൾപ്പിക്കണം. ഇത്രയും ഈ ലോകം മുഴുവനും കേൾക്കണോ? നിങ്ങളിപ്പോൾ സംസാരിക്കും മുഴുവൻ ലോകം മുഴുവൻ കേൾക്കും. ഇപ്പൊ നല്ല മാന്യനായിട്ട് പോയി അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്ന് രാത്രി മുഴുവനും ആ അമ്മയും മക്കളെയും ഉറക്കാതെ കടാരി എടുത്തിട്ട് ജനലൊക്കെ ഇട്ട് കുത്തിയെന്ന് വെച്ചാൽ എന്താ നിങ്ങളൊക്കെ ചെയ്യുന്നത്? ഇവിടെ ഭാര്യ എന്ന് പറഞ്ഞ് എന്തുവേണേലും ചെയ്യാമോ? ഇപ്പോഴും പറയുന്നില്ല എന്റെ ഭാര്യയാണെന്ന്. എന്ത് ധൈര്യത്തിൽ നിങ്ങൾ ഭാര്യ എന്ന് പറയുന്നത്? ഞാൻ അംഗീകരിക്കാം. ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ പിച്ചാത്തിയില്ല, കോടാലിയില്ല, വാക്കത്തില്ല. നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്.
അവരെ രാത്രി മുഴുവൻ ഉഴക്കൊഴിച്ചിട്ട് ചിലവിന് കൊടുക്കാതെ അവരെ ഉപദ്രവിച്ചിട്ട് അവരുടെ മേലെ മറ്റവനെ ഒരാളിൻ്റെ പേരും, അതാണ് ലോകത്ത് ഒരു പെണ്ണിന് സഹിക്കാനൊക്കാത്ത കാര്യം. വേറെ ഒരാളുമായിട്ട് തന്നെ ഇങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരെല്ലാം വഴിയിൽ നിന്ന് വർത്താനം പറഞ്ഞു, ഞാൻ അവരെ ആ വഴിയിലൊക്കെ ഇപ്പൊ വരുമ്പോ അവിടെ നിന്ന് പുറത്തുനിന്ന് വരുമ്പോ എത്ര ആണുങ്ങളോട് വർത്തമാനം പറഞ്ഞു, 10 പേരോട് വർത്തമാനം പറഞ്ഞു. അപ്പൊ അവരൊക്കെ കാമുകന്മാരാണോ? കാണുന്നതിന്റെ മനുഷ്യൻ സംസാരിക്കുന്നതിന്റെയും കാണുന്നതിന്റെയും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ. നിങ്ങൾക്കൊക്കെ എന്ത് വേണേലും ആ പെണ്ണുങ്ങൾക്ക് ഒന്നും ചെയ്യാനോ, ഒരു ജോലിക്ക് പോകാനൊക്കെ ഇല്ല, ഒരു ഫോൺ എടുത്ത് സംസാരിക്കാൻ പാടില്ല. ഉടനെ അവൻ വേറൊരു മുറ്റത്ത് പോയി നിന്ന് സംസാരിച്ചാൽ എന്താ കുഴപ്പം? എന്താ വീട്ടിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് സംസാരിക്കും? നിങ്ങൾ എത്രയോ പ്രാവശ്യം പോയി സംസാരിക്കുന്നു. നിങ്ങൾ എത്ര നേരം പോയി കള്ള് ഷോപ്പിലിരിക്കുന്നു. ഈ പെണ്ണ് വന്ന് വല്ല വഴക്കുണ്ടാക്കിയോ? അതിന് തെറ്റായിട്ട് ഞാൻ പറയുന്നത് നിങ്ങളുടെ സ്വന്തം ജീവിതം, നിങ്ങളുടെ സ്വന്തം സ്വാതന്ത്ര്യം. പക്ഷേ ഇനിയൊരു പെണ്ണിനെക്കുറിച്ചോ ഒരിക്കലും ഒരു പെണ്ണിനെക്കുറിച്ചോ ഒരു തെറ്റായിട്ട് പറയാൻ പാടില്ല. അതുമല്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അമ്മയാണത്, വേറെ ആരുമല്ല. നാളെ ആ പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോൾ അമ്മയോടെ അമ്മ എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കുള്ളൂ. നിങ്ങളുടെ മകളെ അത് ബാധിക്കുള്ളൂ, അതറിയാമോ? ഇന്ന് നിങ്ങളിപ്പോൾ ചെറുപ്പമായിരിക്കും, കുറച്ച് നാളാകുമ്പോൾ നിങ്ങളും പ്രായമാവും. അന്ന് നിങ്ങളുടെ മകളുടെ കല്യാണം നടന്നില്ലല്ലോ, കാരണം ഞാൻ അന്ന് ഇവിടെ വെച്ച് കൈരളി TV-യിൽ വെച്ച് ഞാനിങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറയും. മനസ്സിലായോ? നാട്ടുകാരെന്താ അവരെ പറ്റി പറഞ്ഞു നടക്കുന്നത്? പറ. നാട് നീളെ നിങ്ങൾ അവരെ കുറിച്ച് എന്താ നിങ്ങൾ പറഞ്ഞു നടക്കുന്നത്? ഞാനൊന്നും പറയാനില്ല. എന്നോട് ചോദിക്കുന്നോട് പറഞ്ഞു, ആ കല്ല് വയ്ക്കുന്ന സ്ത്രീയോട് എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത്? ആ സ്ത്രീയുടെ പേരെന്താ? അപ്പുറത്തെ ലീന. ലീന ഇവളും കൂടി ആദ്യം പ്രശ്നം പറഞ്ഞത്. ലീനയുടെ മകളെ പറ്റി അനാവശ്യം പറഞ്ഞാൽ 1000 കാര്യങ്ങളുണ്ട്. അതൊക്കെ കൊണ്ട് ലീനയും ഗീനയോടൊക്കെയാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവളും പറഞ്ഞ കാര്യമില്ല. ഇവള് ആദ്യം തൊട്ട് ഇവള് വന്ന കാലം തൊട്ട് അവരുടെ രോഗിയായിരുന്നു. രോഗം വന്നു കഴിഞ്ഞിട്ട് അവിടെ മകളുടെ കാര്യം പറഞ്ഞാണ് ഇവര് തമ്മിൽ തെരുവെച്ചത്. ശരി, ഈ ജെയിംസിനെ കൊണ്ട് എന്തിനാ വിളിപ്പിച്ചത്? ജെയിംസ് എന്നൊരു ഒരുത്തനുണ്ടല്ലോ, അയാളെ കൊണ്ട് എന്തിനാ വിളിപ്പിച്ചത്? അയാൾ പറഞ്ഞു എന്നെ കൊണ്ടല്ല, അയാൾ പറഞ്ഞു ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ സംസാരം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും ആകരുതെന്ന് പറഞ്ഞു. ഒത്തുതീർപ്പ് പോകുമെന്നുള്ളത്. ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും ചെയ്യരുത്, ചെയ്തു കഴിഞ്ഞാൽ അത് കുരിശാകും, പിന്നെ പോലീസ് സ്റ്റേഷനിലാകും. പക്ഷേ ഞാൻ അറിയാതെ അയാൾ വിളിച്ചു. അതിപ്പോൾ ഞാനല്ല ഉത്തരവാദിത്തം. അത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇവരെ പറയുകയും ചെയ്തു. പിന്നെ എന്തിനാ നിങ്ങൾ ഉത്തരവാദി? ഒന്നിനും നിങ്ങൾ ഉത്തരവാദിയല്ല. ചിലവിനും കൊടുക്കില്ല, ഭാര്യ രാത്രി കിടന്നുറങ്ങാനും സമ്മതിക്കത്തില്ല, പിള്ളേരെ ഇട്ട് കഷ്ടപ്പെടുത്താം. പിന്നെ എന്തിനാ നിങ്ങളൊരു അച്ഛനും ഭർത്താവും എന്ന് പറയുന്ന ഒരാൾ? എൻ്റെ ഭർത്താവോ എൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ അതിനുള്ള മുഴുവനും നിങ്ങളവർ ചിലവിന് കൊടുക്കണം, അവർ നോക്കണം. ഇതിനൊക്കെയാണ് പറയുന്നത്. ഭർത്താവ് എന്ന് പറയുന്ന ആളുടെ അതാണ് ചുമതല. അടിക്കാനും കഷ്ടപ്പെടുത്താനും അതിനെല്ലാം അവർ ഇപ്പോൾ കല്യാണം കഴിക്കുന്നത്. ലോകം മുഴുവൻ ആയോ നകല അത് വേറെ കാര്യം. നിങ്ങൾ വെച്ചേക്കില്ല വെച്ചാൽ പിന്നെ നിങ്ങൾ ഇവിടെ ഇരിക്കില്ല, മദ്യപിച്ച് നടക്കുന്നത് അത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടം. അത് ആരും പറയാൻ ഞങ്ങൾ ആരും അതിൽ തലയിടുന്നില്ല. പക്ഷേ ഒരു പെണ്ണിനെ ഇട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത്. ഇവിടെ വന്നോണ്ട് വലിയ ഗമയായിട്ട് പറയും എൻ്റെ ഭാര്യയും എൻ്റെ അമ്മായിയമ്മയും എന്ത് ഭർത്താവ് അവരെ ഒരു സമാധാനമായിട്ട് ഒരു ദിവസം നിങ്ങൾ ജീവിപ്പിച്ചോ? 1 മണിക്കൂർ അവരെ സമാധാനമായി ജീവിച്ചോ? കല്യാണം കഴിഞ്ഞ ഉടനെ അവർ അച്ഛൻ മരിക്കാൻ കിടക്കുമ്പോൾ പോലും നിങ്ങൾ എന്ത് ചെയ്തു? കൂടെ ഇരുന്ന് കരഞ്ഞ് അവരുടെ ശവടക്കത്തിന് പോലും ഇരുത്തിയില്ലല്ലോ നിങ്ങൾ. അങ്ങനത്തെ ഒരാളല്ലേ നിങ്ങൾ? അമ്മ ഇരിക്കുന്നു ചോദിച്ചാ പിറ്റേ ദിവസം ഞങ്ങൾ അവിടെ നിന്ന് പോരുന്ന. പിറ്റേ ദിവസം ഒന്നല്ല, അന്ന് വൈകിട്ട് പോകുന്നു. വൈകിട്ട് ബലമായിട്ട് പിടിച്ചിറക്കി കൊണ്ടുപോകും. മക്കളെ നിങ്ങൾ ഇപ്പോൾ വിളിച്ചാൽ മക്കളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ? മക്കൾ വരിക്കും പറയണേ എനിക്ക് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അച്ഛൻ വേണ്ട. കാരണം അവർക്ക് പേടിയാണ്, നിങ്ങളെ വെറുപ്പല്ല, പേടിയാ. ഏത് നിമിഷം എന്ത് ചെയ്യുന്നു? സ്വന്തം പിള്ളേരങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്താ അച്ഛനാ?